ഓം സദ്ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കരുണാരുണകല്ലോല കരുണാകലിതാത്മനേ നരാനുഗ്രഹരൂപായ ഗുരുവേ കുസുമാഞ്ജലി. സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ഏവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. നമ്മൾ അവലോകനം ചെയ്തു നിർത്തിയത് അംബരീഷ ചരിതം, ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യം. അടുത്തതായിട്ട് ഭാഗവതത്തിൽ പറയുന്ന ചാപ്റ്റർ സൂര്യവംശത്തിന്റെ ഉൽപ്പത്തി, സൂര്യവംശ രാജോൽപ്പത്തി എന്ന് പറയും. അംബരീഷന്റെ സന്തതികള് അവിടുന്ന് മുന്നോട്ടുള്ള പരമ്പരകളുടെ പേരാണ് ആദ്യം അവലോകനം ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. സൂര്യവംശ രാജോൽപ്പത്തി. ചൊല്ലാം വിരൂപനും കേതുമാൻ ശംഭുവും ചൊല്ലേറും അംബർഷനന്ദനന്മാരവർ. അംബർഷന്റെ പുത്രന്റെ പേര് പറയുകയാണ്. പുത്രന്മാരുടെ പേര് വിരൂപാക്ഷൻ, കേതുമാൻ, ശംഭുവും. നന്ദനന്മാരവർ മൂവര്. അതിൽ പ്രസൃതാശ്വൻ വിരൂപജനാകും അവനു രഥീധരൻ നന്ദനൻ. പ്രസൃതാശ്വൻ വിരൂപന്റെ പുത്രൻ പ്രസൃതാശ്വന്റെ പുത്രനാണ് രഥീധരൻ എന്ന് പറയുന്നത്. രഥീധരൻ നന്ദനൻ. അങ്ങനെയുള്ള രഥീധര ഭരയിൽ അങ്കിരോത്ഭുതരായുള്ള തനയന്മാർ പൊങ്ങുമോ പുകൾ തങ്കോ വിപ്രരാമാരുടൻ അങ്ങിനെ നാഭാഗവംശമാകുന്നിതേ. രഥീധരന് സന്തതികളില്ലാതിരുന്നു. അതിന് അംഗിരസ് മഹർഷിയെ സമീപിച്ചു. തനിക്ക് സന്തതികളില്ല എന്നുള്ള ദുഃഖത്തെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ സന്തതികൾക്ക് യോഗ്യം ഇല്ല. സന്തതി വേണം എന്ന് പറഞ്ഞ് തന്റെ മുന്നിൽ ആവലാതിപ്പെട്ട് കരയുന്ന ആ രഥീധരന് മഹർഷി തന്റെ ദിവ്യശക്തി കൊണ്ട് രഥീധര ഭാര്യയിൽ സന്തതികളെ പ്രദാനം ചെയ്തു. അങ്ങനെ അവർക്ക് ആ അംഗിരസിന്, രഥീധരന്റെ ഭാര്യയിൽ ഉണ്ടായവരാണ് ആംഗിരസന്മാര് എന്ന് പറയും. ആംഗിരസന് മറ്റൊരു ഭാര്യ ഉണ്ടായി അതിനുശേഷം. പക്ഷെങ്കിൽ ആ ഭാര്യയിൽ ഇദ്ദേഹത്തിന് സന്തതികൾ ഉണ്ടാകുകയും ചെയ്തു. പക്ഷെങ്കിൽ രഥീധരന്റെ ഭാര്യയിൽ ഉണ്ടായ മക്കളെക്കാട്ടിൽ ശ്രേഷ്ഠന്മാരായിരുന്നു രഥീധരന് മറ്റൊരു ഭാര്യയിൽ ആംഗിരസിന് ഉത്ഭവിച്ച പുത്രന്മാര്. അങ്കിരോത്ഭുതരായുള്ള തനയന്മാർ പൊങ്ങും പുകൾ തങ്കും വിപ്രരാമാരുടൻ അങ്ങിനെ നാഭാഗവംശമാകുന്നിതേ. അവരിൽ കൂടിയാണ് നാഭാഗവംശം നിലനിന്നു വന്നത്. ഇച്ഛാകുവാം മനുപുത്രരിൽ മുമ്പിൽ ഇച്ഛിതെങ്കിൽ അയോധ്യാധിപൻ നൃപൻ. നമ്മള് മനുവിന്റെ കാര്യം പറഞ്ഞു. ഇച്ഛാകുവിന്റെ ചരിത്രത്തിന് മുന്നിലായിട്ട് നമ്മൾ വൈവസ്വത മനുവിന്, അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രദ്ധ, അവരുടെ പുത്രന്മാര്, അവരുടെ ആ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ 10 പുത്രന്മാരെ പറ്റി പറഞ്ഞു. അവിടെ പൃഷദ്രഥന് ഗുരുവിനെ ശുശ്രൂഷിക്കാനായി ഗുരുകുലത്തിൽ വാണ് രാത്രിയില് പശുക്കൂട്ടത്തിലെ പുലി ആക്രമിച്ചപ്പോൾ പുലിയെ വെട്ടിയെന്നും അത് പശുവിനായിരുന്നു എന്നുള്ള കഥ നമ്മൾ പറഞ്ഞത് പൃഷദ്രഥൻ. പിന്നെ അവിടെ നമ്മുടെ കവി എന്നൊരു മഹാത്മാവിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം സത്വബുദ്ധി പ്രധാനനായിരുന്നു. അദ്ദേഹം ഋഷീശ്വരനായിട്ട് മാറി എന്ന് പറഞ്ഞു. വിരക്തനായി, അദ്ദേഹത്തിന് കുടുംബമോ സന്തതികളോ ഇല്ല എന്നുള്ളത് പറഞ്ഞു. പിന്നെ കവി ജന്മന വിരക്തനായിരുന്നു. പിന്നെ പുരുഷൻ മുതലായവരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഇനി ഇക്ഷാകുവിന്റെ ആ വംശത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്.
തൽസുതന്മാർ 100 പേരുള്ളതിൽ ഉത്തമനായ വികുക്ഷിതാനഗ്രജ. അങ്ങനെ ഇക്ഷാകുവിന്റെ വംശത്തെ പറയാണ്, മനുവിന്റെ നാസികയിൽ കൂടിയാണ് ഇക്ഷാകു ജനിക്കുന്നത്. ആ നാസികയിൽ കൂടി ജനിച്ച ആ കുട്ടിക്ക് അദ്ദേഹം വയോസത മനു ഇക്ഷാകു എന്ന് പേരിട്ടു. ഇക്ഷാകുവിന് 100 പുത്രന്മാരുണ്ടായി. വികുക്ഷി, നിമി, ദണ്ഡകൻ എന്ന് തുടങ്ങിയ ക്രമത്താൽ പേരോടുകൂടിയ 100 പുത്രന്മാര്. അതില് വികുക്ഷിയാണ് മൂത്തത്. പിന്നെ നിമി, ദണ്ഡകൻ തുടങ്ങി ക്രമത്താല് അങ്ങനെ 100 പേര് ഉണ്ട്. ഉത്തമനായ വികുക്ഷിതാൻ അഗ്രജൻ, പിന്നെ നിമിയും അവൻ അനുജാതനായി ഉന്നതനായൊരു ദണ്ഡനോ. ഇങ്ങനെ വികുക്ഷിയുടെ അനിയന്മാര് നിമി, ദണ്ഡൻ തുടങ്ങിയവര് 3 അധികന്മാരായി ചമഞ്ഞാരതി പൂർവജനായ വികുക്ഷി വാണാൻ ചിരം. അങ്ങനെ അവര് വികുക്ഷി ആദ്യം രാജ്യഭ്രഷ്ടനായി വീണ്ടും വന്നിട്ട് അദ്ദേഹം രാജ്യം ഭരിക്കുകയാണ്. രാജ്യഭ്രഷ്ടരാകാനുള്ള കാരണം ഇക്ഷാകു ഒരു നാള് അഷ്ടകശ്രാദ്ധത്തിന് പരിശുദ്ധമായ മാംസം കൊണ്ടുവരാനായി പുത്രനായ വികുക്ഷിയോട് പറഞ്ഞു. ആ വികുക്ഷി വളരെ സമർത്ഥനാണ്. കാട്ടിൽ പോയി നായാടി ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ജീവികളെയൊക്കെ പിടിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഇദ്ദേഹം നായാടി വന്ന വഴിക്ക് രാത്രി വളരെ വൈകിപ്പോയി. അദ്ദേഹത്തിന് കലശലായ വിശപ്പ്. അദ്ദേഹത്തിന് തിരിച്ച് കൊട്ടാരത്തിലെത്താൻ സാധിച്ചില്ല. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, താൻ പിടിച്ചതില് ഒരു മുയലിനെ ആ വനത്തിൽ വെച്ച് തന്നെ അതിനെ പാകപ്പെടുത്തി അതിനെ ഭക്ഷിച്ചു. ബാക്കിയുള്ളതിനെ കൊണ്ടുകൊടുത്തു. പക്ഷെങ്കില് കൊണ്ടുകൊടുത്ത വസിഷ്ഠ മഹാത്മാവാണ് യാഗാധിപനായിട്ടിരുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം ധാരാളം ജന്തുക്കളെ യജ്ഞത്തിനായിട്ട് സമാഹരിച്ചു, പിടിച്ചു. പക്ഷെ അതിലൊന്നിനെ താൻ രാത്രിയിൽ ഭക്ഷിക്കുകയും ചെയ്തപ്പോൾ ബാക്കിയുള്ളത് ഉച്ഛിഷ്ടമാണ് എന്ന ഒരു അവസ്ഥയിലായി. അശുദ്ധമായല്ലോ, ഉച്ഛിഷ്ടമായല്ലോ, ഇതുകൊണ്ട് യാഗം ചെയ്യാൻ പറ്റുകയില്ല, ചെയ്ത കർമ്മമെല്ലാം വൃഥാവായി പോയി. അപ്പൊ കർമ്മകാന്ഡം യാഗത്തിൽ കൂടിയാണ് അനുഷ്ഠിക്കുന്നത്. അത് കർമ്മകാന്ഡത്തിന് ഇപ്രകാരമുള്ള ന്യൂനതകളുണ്ട് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇക്ഷാകുവിന് അദ്ദേഹം എന്ത് ചെയ്തു, വസിഷ്ഠനെ തൊഴുത് പറഞ്ഞ് കർമ്മകാന്ഡം ഇവിടെ സമാപിക്കുകയാണ്, എനിക്ക് അങ്ങ് ജ്ഞാനകാന്ഡത്തെ പറഞ്ഞു തരണം, ആ ജ്ഞാനത്തിന്റെ മാർഗത്തിൽ കൂടി ഞാൻ സാക്ഷാൽ ശ്രീഹരിയെ പ്രാപിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വസിഷ്ഠനോടൊത്ത് വേദാന്ത സാരങ്ങളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹം വേദാന്ത വിചാരം ചെയ്ത് അവസാനം പരബ്രഹ്മത്തെ പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട്. ഇക്ഷാകുവിന്റെ മരണശേഷം അപ്പോഴ് ഈ മൃഗത്തെ കൊണ്ടുവന്നു. അതിനെ ഉച്ഛിഷ്ടമായതുകൊണ്ട് വികുക്ഷിയെ ഇക്ഷാകു രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പക്ഷെ ഇക്ഷാകു മരിച്ചതിന് ശേഷം വികുക്ഷി രാജ്യത്തിൽ വന്ന് വീണ്ടും ഭൂമിഭാരം ഏറ്റെടുത്തു. ധാരാളം യജ്ഞങ്ങൾ ചെയ്ത് അദ്ദേഹം ചെയ്ത കർമ്മത്തിന്റെയൊക്കെ പ്രായശ്ചിത്തവും ചെയ്ത് അദ്ദേഹം പിന്നെ രാജ്യം ഭരിച്ചു. ആ വികുക്ഷിയുടെ പുത്രനാണ് ശശാദൻ എന്ന് പറയും. പൂർവജനായ വികുക്ഷി വാണാൻ ചിരവും അക്കാലമങ്ങു ദേവാസുരായോധനെ മിക്കതും ദേവകൾ തോറ്റുപോയ ദുരോം അന്നതു ദേവകളങ്ങറിയിച്ചുടൻ ദണ്ഡനെ കൂടവേ കൊണ്ടുപോയിടിനാൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ പുത്രൻ ആ 3 ജ്യേഷ്ഠന്മാരില് വികുക്ഷി രാജ്യം ഭരിച്ചു. അദ്ദേഹം പോയി. അദ്ദേഹവും ദേവലോകത്തിൽ നിന്ന് യുദ്ധം ചെയ്ത് ദേവകളെയൊക്കെ സന്തോഷിപ്പിക്കുമായിരുന്നു. ദേവകൾക്ക് നേരിടുന്ന വിപത്തുകളെയൊക്കെ അദ്ദേഹം ചെന്നിട്ട് യുദ്ധം ചെയ്ത് അദ്ദേഹം അവർക്ക് പരിഹാരം കാണി ദേവകളെ സംരക്ഷിക്കുമായിരുന്നു. അങ്ങനെ ദണ്ഡനെയും കൊണ്ടുപോകും ദേവലോകത്ത്. ദേവന്മാർക്ക് ആവശ്യം വരുമ്പോൾ ഇവരെയാണ് സമാശ്രയിക്കുക. എല്ലാം സൂര്യവംശത്തിലുള്ള ബാഹുജന്മാരായിട്ടുള്ള ക്ഷത്രിയ രാജാക്കന്മാരാണ്. അവരെ ആശ്രയിക്കും ദേവന്മാര്.
ദണ്ഡനെ കൂടവേ കൊണ്ടുപോയിടാൻ ദണ്ഡനോടേറ്റു മരിച്ചാർ അസുരകൾ. ദണ്ഡൻ ദേവലോകത്തിൽ നിന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്തു. ദണ്ഡന്റെ ആ കർക്കശമായ യുദ്ധവൈദഗ്ധ്യത്തില് അസുരന്മാരെല്ലാം തോറ്റോടി. ദണ്ഡന ശേഷം അധോലോകവും പുക്കാർ. ദണ്ഡനോട് യുദ്ധം ചെയ്ത് നേടാൻ പറ്റിയില്ല എന്ന ദണ്ഡത്തിൽ ആ ദുഃഖത്തോടുകൂടി അവരൊക്കെ അവിടം വിട്ട് പോവുകയും ചെയ്തു. ദേവലോകത്തുനിന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയവര്. അന്ന് അസുരന്മാരെ വന്ന് സുരാലയം നന്നായി അധീനമാക്കി കൊടുത്താൻ ചിരോ. ദണ്ഡൻ അങ്ങനെ ദേവന്മാർക്കൊക്കെ നിത്യമായ ശാന്തിയെ പ്രദാനം ചെയ്തു. അസുരന്മാരെയൊക്കെ ഓടിച്ചു കളഞ്ഞു നിസ്സാരം. പിന്നെ നിമിതാൻ വസിഷ്ഠ ശാപത്തിനാൽ തന്നുടെ ദേഹം ഉപേക്ഷിച്ചിരുന്നാൾ സർവശരീരികൾ നേത്രങ്ങൾ തോറും അങ്ങ് ഉർവരാധീശർ വസിച്ചുകൊണ്ടാണല്ലോ. പിന്നെ നിമിയുടെ കാര്യം പറഞ്ഞു. നിമിയുടേത് മറ്റൊരു കഥയാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിശദമായിട്ട് അവലോകനം ചെയ്യാനുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് ഇവിടെ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല. ആ പരമ്പരയെ പറ്റി നമുക്ക് പറഞ്ഞ് പോകാം. പിന്നെ വികുക്ഷിത തനയൻ ശശാദനാകുന്നത് അവനുടെ പുത്രൻ പുരഞ്ജരൻ. പിന്നെ അവനെ കകുൽസൻ എന്നും ചൊല്ലോ. അവിടെ വലിയൊരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. ഈ വികുക്ഷിയുടെ പുത്രൻ ശശാദൻ, അദ്ദേഹത്തിന് ഇന്ദ്രവാഹൻ എന്നൊരു പേരുണ്ട്, കകുൽസ്ഥൻ എന്നൊരു പേരുണ്ട്, പുരഞ്ജയൻ എന്നൊരു പേരുണ്ട്. ഈ 3 പേരും ഒരു വ്യക്തി തന്നെയാണ്. ഇന്ദ്രവാഹൻ, പിന്നെ കകുൽസ്ഥൻ, പുരഞ്ജയൻ. ഇത് എങ്ങനെയാണ് അദ്ദേഹത്തിന് പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പൂർവികരെ പോലെ ദേവന്മാരെ സഹായിക്കാനായിട്ട് ദേവലോകത്തിൽ ചെല്ലും. പക്ഷെ ഈ ശശാദൻ വളരെ ശക്തനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാം, ഞാൻ യുദ്ധം ചെയ്ത് നിങ്ങളെ സഹായിക്കാം. പക്ഷെ എനിക്ക് ഇരുന്ന് യുദ്ധം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വാഹനം വേണം. അത് സാധാരണ വാഹനമൊന്നും പോലെ ശത്രുജനത്തിന്റെ ഇടയിലേക്ക് ഇടിച്ചു കയറി ചെന്ന് ഞാൻ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വാഹനം വേണം. അതിന് ഇന്ദ്രദേവൻ ആലോചിച്ചപ്പോഴ് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇന്ദ്രദേവൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഒരു കാളക്കൂറ്റനായിട്ട് മാറാം, അങ്ങ് എന്റെ കഴുത്തിലിരുന്നുകൊണ്ട് യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രദേവൻ യുദ്ധത്തിന് തയ്യാറായി. യുദ്ധം ഒരു കാളയായിട്ട് മാറി. ഈ ശശാദൻ അദ്ദേഹത്തിന്റെ പുറത്തിരുന്നുകൊണ്ട് യുദ്ധം ചെയ്തു. അങ്ങനെ വ്യാസുര യുദ്ധത്തിൽ അസുരന്മാരെ തോൽപ്പിക്കാൻ ഇന്ദ്രൻ തന്നെ കാളയായി ഇദ്ദേഹം യുദ്ധത്തിന് കയറിയിരുന്നു. അങ്ങനെ ഈ ഇന്ദ്രൻ തന്നെ വാഹനമായതുകൊണ്ട് ഇന്ദ്രവാഹൻ എന്ന പേര് വന്നു. പിന്നെ കകുൽസ്ഥം, ഈ കാളയുടെ കഴുത്തിന് മുകളിൽ ഉയർന്നിരിക്കുന്ന ആ ഭാഗം, അതിന് പുഞ്ചക്കുടം എന്നും പറയും, കകുൽസ്ഥം എന്നും പറയും. അതിന് കകുത്ത് എന്നും ഭാഷയിൽ പറയാറുണ്ട്. കകുത്ത് അല്ലെങ്കിൽ കകുൽസ്ഥം എന്ന സംസ്കൃത ഭാഷ. പിന്നെയോ പുഞ്ചക്കുടം എന്നും പറയും. അവിടെ ഇരുന്നാണ് യുദ്ധം ചെയ്തത്. കകുൽസ്ഥത്തിൽ ഇരുന്ന് യുദ്ധം ചെയ്തത് കൊണ്ട് കാകുൽസ്ഥൻ എന്ന പേര് വന്നു. പിന്നെയോ പുരഞ്ജയൻ എന്ന് വരാൻ കാരണം ഇന്ദ്രന്മാരുടെ ധനവും ഐശ്വര്യവും അവരുടെ സ്ത്രീയും എല്ലാം ആക്രമിച്ച് കീഴടക്കി അവരുടെ പുരത്തെ ഇല്ലായ്മ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് പുരഞ്ജയൻ എന്ന ഒരു പേരും വന്നു. പുരഞ്ജയൻ പിന്നെ അവന് കകുൽസ്ഥൻ എന്നും ചൊല്ലുമോ. മന്നവൻ തന്നുടെ പുത്രൻ അനേനസ് പുത്രനവന് പൃഥുലാശ്വമവാൽ പുത്രനാഭിതനാകും പ്രസേനജിത്ത്
പുത്രൻ അവന് യുവനാശ്വൻ എന്നവൻ. ഈ യുവനാശ്വൻ എന്നത് ഇവിടെ പറയുന്നെങ്കിലും ഇനി ഒരു 3 തലമുറ കഴിയുമ്പോൾ വീണ്ടും ഈ യുവനാശ്വന്റെ പേര് തന്നെ പറയും. പക്ഷെങ്കിൽ മുത്തച്ഛന്മാരുടെ പേരിടുന്ന ഒരു പ്രകൃതിയുള്ള ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും യുവനാശ്വൻ എന്ന് തന്നെ പറയുന്നത്. അവിടെ പറഞ്ഞു വികുച്ചിയുടെ പുത്രൻ ശശാതൻ പറഞ്ഞു. ശശാതന്റെ പുത്രൻ പുരഞ്ജയൻ, പുരഞ്ജയന്റെ പുത്രൻ അനേനസ്, അനേനസിന്റെ പുത്രൻ പൃഥിരാശ്വൻ, പൃഥിരാശ്വന്റെ പുത്രൻ പ്രസേനജിത്ത്. അതേ കുലത്തിൽ തന്നെ അതേ അഭിധാനത്തോടു കൂടി പിന്നെ പ്രസേനജിത്തിന് യുവനാശ്വൻ എന്ന വീണ്ടും അദ്ദേഹം ഒരു വ്യക്തിയുടെ ജനിക്കുകയാണ്. യുവനാശ്വൻ എന്നവൻ അന്ന് യുവനാശ്വനാകുന്ന കേവലം നന്ന ജന്മാരെ ഉളവാകായികയാൽ അവൻ തന്നുടെ ഭാര്യമാരൊന്നിച്ച് കാനനം തമ്മിലമാറു തപസ്സു ചെയ്യുന്ന നാൾ സന്തതി അവനുണ്ടാവതിനുടൻ അന്തരമെന്നിയേ അങ്ങ് ഐന്ദ്രമാമിഷ്ടയും സന്തോഷം ഉൾക്കൊണ്ടു ചെയ്തത് ഋഷികുലവോ. യുവനാശ്വന് 100 ഭാര്യമാരാണ്. ഇതിൽ ആർക്കും തന്നെ സന്തതി ഉണ്ടായില്ല. ആ സന്തതി ഉണ്ടാകാഞ്ഞിട്ട് അദ്ദേഹം തന്റെ ഭാര്യമാരോട് 100 ഭാര്യമാരോടുമൊത്ത് കാട്ടിൽ പോയി തപസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വനത്തിൽ തപസ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ധാരാളം ഋഷീശ്വരന്മാരുണ്ട്. വളരെ സത്വഗുണ പ്രധാനനായിരിക്കുന്ന ഈ മഹാത്മാവ്, ഈ രാജാവ് തന്റെ ഭാര്യമാരുമായിട്ട് വനത്തിൽ വന്ന് സന്തതിയില്ലാതെ തപസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഋഷീശ്വരന്മാർ വിചാരിച്ചു നമുക്കൊരു യാഗം ചെയ്യാം. ആ യാഗം ചെയ്തിട്ട് ദേവേന്ദ്രനോട് പ്രാർത്ഥിച്ച് ഇദ്ദേഹത്തിന് സന്തതികൾ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് വരം വാങ്ങാം എന്ന് കരുതി അവര് ഒരു യാഗം നടത്തി. അതില് രാജാവും യജമാനനായിട്ട് രാജ്ഞിമാരെയും ഇരുത്തി യാഗം ചെയ്തു. അങ്ങനെ യാഗം ചെയ്ത് രാത്രിയില് എല്ലാവരും കിടന്നുറങ്ങി. ഋഷീശ്വരന്മാരൊക്കെ യാഗഭൂമിയിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. ഈ രാജാവിന് ഈ ദാഹം കലശലായിട്ട് അനുഭവപ്പെട്ടു രാത്രിയില്. അപ്പൊ എഴുന്നേറ്റു. യാഗഭൂമി ആയതുകൊണ്ട് ഋഷീശ്വരന്മാർ ഋത്തികളായിട്ടുള്ളവരൊക്കെ അവിടെ കിടന്നുറങ്ങുക. ആരെയും ഉണർത്താതെ ചെന്ന് എങ്ങനെയെങ്കിലും സ്വല്പം വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ച് ആ ചെറിയ വെളിച്ചത്തിൽ അവിടെ ചെന്നു. ഒരു കലശം കണ്ടു. ആ വെള്ളം എടുത്ത് കുടിച്ചു. അദ്ദേഹം തിരികെ വന്ന് കിടക്കുകയും ചെയ്തു. അങ്ങനെ രാവിലെ എല്ലാവരും കൂടി എഴുന്നേറ്റ് ഋഷീശ്വരന്മാരെ വന്ന് നോക്കിയപ്പോൾ കലശത്തിൽ മന്ത്രം ജപിച്ച് സന്തതി ഉണ്ടാകാനായിട്ടുള്ള മന്ത്രം ജപിച്ച് പൂജിച്ച ജലമായിരുന്നു അവിടെ ഇരുന്നത്. അതാണ് വിധി വഴിയെ ഇദ്ദേഹത്തിന് പൂജകളെ സമർപ്പിച്ചുകൊണ്ട് പ്രദാനം ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. ഇതറിയാതെയാണ് ഇദ്ദേഹം ഈ ജലമെടുത്ത് കുടിച്ചത്. അപ്പം അവർക്ക് ഭഗവാന്റെ മഹിമയല്ലേ, ഭഗവാന്റെ നിശ്ചയത്തെ എതിർക്കാൻ ആർക്കും ആവില്ലല്ലോ. ആ ഋഷീശ്വരന്മാരെല്ലാവരും കൂടെ ഈശ്വരനെ പുകഴ്ത്തി, ഭഗവാനെ നിന്റെ നിശ്ചയം എന്താണോ അത് മാത്രമല്ലേ നടക്കാൻ സാധിക്കുകയുള്ളൂ, ഞങ്ങളുടെ സങ്കല്പം മാതിരിയല്ല ഭഗവാനെ അങ്ങയുടെ നിശ്ചയം. അതുകൊണ്ട് അദ്ദേഹം ആ ജലം എടുത്ത് കുടിച്ചു. കാലം കൊണ്ട് അദ്ദേഹത്തിന് പുത്രനുണ്ടാകട്ടെ എന്ന് അവര് മനസ്സുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചു. അനന്തരം കാലം കൊണ്ട് ഈ യുവനാശ്വൻ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ യുവനാശ്വന്റെ വലതുഭാഗത്ത് ഉദരത്തിന്റെ വലതുഭാഗം പിളർന്ന് ഒരു കുഞ്ഞ് ജനിച്ചു. അദ്ദേഹം കാലം കൊണ്ട് ചക്രവർത്തിയാകുകയും ചെയ്തു. അമ്മയില്ലാതെ ജനിച്ച കുഞ്ഞായതുകൊണ്ട് ഋഷീശ്വരന്മാരെല്ലാം കൂടെ പ്രാർത്ഥിച്ചു, അല്ല ഈ കുട്ടിക്ക് ആരാണ് ഇനി പാല് കൊടുക്കുക? ഒരു പുരുഷനിൽ നിന്നാണല്ലോ ഈ കുട്ടി ഉത്ഭവിച്ചിരിക്കുന്നത്. മന്ത്രശക്തി അത് വിഫലമാകില്ലല്ലോ. കുട്ടി ഉണ്ടായി, ആര് കൊടുക്കും? ഈ കുട്ടിയെ ആര് പരിപാലിക്കും? ആര് ഇതേ കുട്ടിക്ക് പാല് കൊടുക്കും എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഇന്ദ്രനെ പ്രസാദിപ്പിക്കാനുള്ള യാഗമാണ് ചെയ്തത്. അവിടെ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ കൊടുക്കാം, മാം ധാത, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ ചൂണ്ടാണി വിരല് ഈ കുട്ടിയുടെ വായിലേക്ക് കൊടുത്തു. അത് അമൃത് എന്നതുപോലെ മുലപ്പാൽ എന്നതുപോലെ ആ കുട്ടി ആ പാലിനെ കുടിക്കുകയും ചെയ്തു. മാം ധാത എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ആ കുട്ടിക്ക് പിന്നീട് മാന്ധാതാവ് എന്ന പേര് വന്നു എന്നാണ് പറയുന്നത്. ആ ഇന്ദ്രയാഗം ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ദ്രൻ തന്നെ അദ്ദേഹം കുട്ടികൾക്ക് പാല് കൊടുത്തത് കൊണ്ട് മാന്ധാതാവ് എന്നായി അദ്ദേഹത്തിന്റെ പേര്. മാന്ധാതാവ് പിന്നെ അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി, ത്രസദസ്യു എന്നാണ് അദ്ദേഹത്തിന്റെ പുത്രന്റെ പേര്. ത്രസദസ്യു എന്ന് പറഞ്ഞാൽ ദസ്യുക്കളായിട്ടുള്ളവരൊക്കെ ഈ മാന്ധാതാവിനെ കാണുമ്പോൾ യുദ്ധം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഭയന്ന് ത്രസിക്കും, വിറച്ചു പോകും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രന് ത്രസദസ്യു എന്ന
പേരുവിട്ടു എന്ന് പറയുന്നു.